അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിൽ ഫായിസീന ബിറല്ലാഹി മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന അബ്ദുറഹ്മാൻ ഷാ ഖാദിരി ചിശ്തി അവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവരുടെ മദത് നമുക്കും സദാ വർഷിപ്പിക്കുമാറാവട്ടെ. ആമീൻ. മുഅ്മിനീങ്ങളെ, ഞാൻ ഔപചാരികമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഹംസ സാഹിബ് അവർകൾ അത്യാവശ്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രസംഗിച്ചു. ഞാൻ അതിൻ്റെ അപ്പുറത്തൊക്കെ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല, അതിന് പറ്റിയ സന്ദർഭമല്ല. ഒരല്പം വിഷയം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ആദ്യമായിട്ട് പങ്കെടുക്കുന്ന വളരെ റാഹത്തായിരിക്കുന്ന ഒരു മജ്‌ലിസാണത്. അപ്പോൾ ബർക്കത്തിനും വേണ്ടി അല്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ദീൻ ഇവിടെ മുന്നേ സൂചിപ്പിച്ചതുപോലെ പലവരും പ്രസംഗിച്ചു. ഇഹ്സാൻ, ഈമാൻ, ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് പ്രസംഗിച്ചു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ചെറിയൊരു വിഷയം അത് മാത്രം സൂചിപ്പിച്ച് അവസാനിപ്പിക്കുക. ഇന്നത്തെ കാലത്ത് ഹംസ സാഹിബിനെ പോലെ ചിന്തിക്കുന്ന തങ്ങൾ ബാപ്പാൻ്റെ മാതിരിക്കുള്ള വളരെ ആയത്തിൽ ചിന്തിക്കുന്ന ആളുകൾ ഇന്നുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് എന്താ സംഭവിച്ചത്? പണ്ട് നമുക്ക് എന്തായിരുന്നു സംഭവിച്ചത്? ഒരല്പം പഠിക്കണ്ടേ, നമ്മൾ മനസ്സിലാക്കണ്ടേ? ഒരുപാട് പ്രസംഗം ഇവിടെ നടന്നു. പക്ഷേ പണ്ടില്ലാത്ത ഒരു 10-50 വർഷം മുമ്പ്, അന്ന് ഞാൻ ജനിച്ചിട്ടില്ല, പക്ഷേ അന്നൊക്കെയുള്ള ഈമാൻ്റെ നില നമ്മൾ പഠിക്കുകയാണെങ്കിൽ വളരെ സുത്യർഹമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വരെ നിസ്കരിക്കാൻ പിന്നിക്കൈകാരം ബെർലിനൊക്കെ വളരെ പിന്നിലായിരുന്ന കാലം. പക്ഷെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ കേട്ടാൽ വല്ല നീർച്ച സംഭവിക്കുന്നു കണ്ടാൽ അവിടെ വന്നിട്ട് തിരക്കുന്ന കാലഘട്ടം നമ്മൾ കഴിഞ്ഞുപോയി. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്ന് കർമ്മത്തിന് ഒരുപാട് സ്ഥാനം കൊടുത്ത് പൊന്തിച്ച് അതിൻ്റെ പിന്നിൽ പലതും വിസ്മൃതമായി കൊണ്ടിരിക്കുന്നു. ഇഹ്സാൻ എന്ന് പറയുന്ന കൂട്ടക്കാർ, വിശുദ്ധ ഖുർആൻ പറയുന്നു, കുന്തും അസ്വാജൻ സലാസ്, നിങ്ങൾ 2 കൂട്ടക്കാരല്ല. വഹാബികൾ അങ്ങനെ പറയും, 2 കൂട്ടക്കാര്, നല്ലത് ചെയ്താൽ സ്വർഗം, അല്ല ചീത്ത ചെയ്താൽ നരകം. വിശുദ്ധ ഖുർആൻ പഠിക്കുന്നത് കുന്തും അസ്വാജൻ സലാസ, നിങ്ങൾ 3 കൂട്ടക്കാരാണ്. വലം കയ്യിലേട് കിട്ടുന്ന ഒരു കൂട്ടക്കാർ, ഇടത്തെ കയ്യിലേട് കിട്ടുന്ന കൂട്ടക്കാർ. ഇത് വിവരിച്ചുകൊണ്ട് ഇതാവക്കഴത്തിൽ വാക്യാന്ന് പറഞ്ഞ് ആഖിറത്തിനെ അധികരിച്ച് തെര്യപ്പെടുത്തിയിട്ട് ആഖിറത്തിൽ നിൽക്കുന്ന കൂട്ടക്കാരെ സംബന്ധിച്ചാ പറയുന്നത്. ഭൂമിയിലും അങ്ങനെ തന്നെ. എന്നിട്ട് പറഞ്ഞു, സാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ, സാബിഖീങ്ങൾ എന്ന് പറയുന്ന കൂട്ടക്കാർ, ഉലൈകൽ മുഖറബൂൻ, അവരാണ് മുഖറബീങ്ങൾ. ഇതൊക്കെ ശറഅ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. അല്ലാമ ഇബ്നു കസീർ പറയുന്നു, ലാ ഹിസാബ ലഹും, ഇവർക്ക് ചോദ്യമേ ഇല്ല. പിന്നെ യതകല്ലമൂന ലിൽ ഗൈർ, മറ്റുള്ളവർക്ക് വേണ്ടി ഇവർ സംസാരിക്കും, അവർക്ക് ശഫാഅത്ത് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനൊരു കൂട്ടക്കാര് ഇന്ന് നമുക്കിടയിൽ വിസ്മൃതമായി കൊണ്ടിരിക്കുകയാണ്. ഇതാരാ നമുക്ക് പഠിപ്പിച്ചത്? നല്ലോ നിസ്കരിച്ച് നോമ്പ് പോയിട്ട് നടന്ന ഓന് തിരക്കടില്ല. ഇന്നത്തെ പുടുത്ത അങ്ങനല്ലേ? മനസ്സിലാക്കേണ്ട വിഷയല്ലേ? അള്ളാഹുവിൻ്റെ മുഖറബീങ്ങൾ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആന്റെ പാർട്ടിക്കാർ അവരെവിടെ പോയി? അവരോട് പിൻപറ്റേണ്ട രീതികൾ ഇന്ന് എവിടെ പോയി? ഇല്ലാണ്ടായിപ്പോയില്ലേ? നന്നേ വിസ്മൃതമാകും വിധം നമ്മളെ പഠനശാലകൾ, നമ്മളെ ചിന്താധാരകൾ എല്ലാം ഇല്ലാണ്ടായി. അതിൻ്റെ പിന്നിൽ ഇവിടെ ഇഹ്സാന്റെ ചെറിയൊരു ക്ലാസ് എങ്കിലും നടക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടെ നമ്മൾ പങ്കെടുക്കുന്നത്. ഇൽമിൽ വെച്ച് ഏറ്റവും വലിയ ഇൽമെന്താ? മഅരിഫത്തുള്ള, അള്ളാഹുവിനെ മനസ്സിലാക്കുക, അറിയുക. ഇതൊന്നും ഒരു മനുഷ്യൻ പഠിച്ചാൽ കിട്ടുന്ന വിഷയമല്ല. ഹംസ സാഹിബ് എന്നവർ പറഞ്ഞതുപോലെ നമ്മൾ അനുഭവിച്ച് അറിയുന്ന ദൗത്യമായിരിക്കുന്ന വിഷയങ്ങളാണത്.
ഇതിൻ്റെ അരക്കാലും മുക്കാലും കാക്കാലും വേറുള്ള ഒരു ഇൽമും എത്തൂല. അള്ളാഹുലേക്ക് തട്ടിച്ച് നോക്കിയിട്ടല്ല ഇൽമിന്റെ മൂല്യം നിശ്ചയിക്കല്. ഇൽമിന്റെ മൂല്യം നാം മനസ്സിലാക്കി വെക്കേണ്ട കൊടുക്ക അള്ളാഹുലേക്കും റസൂലിലേക്കും തട്ടിച്ചു നോക്കിയിട്ടാ. നീ നിന്റെ റബ്ബിനെ ആരാധിക്ക, അള്ളാഹുവിനെ കണ്ടുകൊണ്ടേ ഇരിക്കുക എന്നതിൻ്റെ അർത്ഥം. കാരണം അപ്പുറത്തേക്ക് പറഞ്ഞു നോക്കി, ഫൈലന്തക്കും തറ ഫൈന്നഹു യറാഖ്. എടോ, നീ അള്ളാഹുവിനെ കാണുന്ന ആ ദറജയിൽ നീ എത്തിയിട്ടില്ലെങ്കിൽ, ഫൈലന്തക്കും തറ, നീ അള്ളാഹുവിനെ കാണുന്ന ദറജയിൽ എത്തിയില്ലെങ്കിൽ ഫൈന്നഹു യറാഖ്, അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്നുള്ള നിലയിൽ നീ ഇബാദത്ത് ചെയ്യുക. ശഫീഉനാ റസൂലുള്ളാഹി. ഒറ്റ ശ്വാസത്തിൽ ജിബ്രീലിന്റെ ഒരു പ്രത്യേക വരവ്, ദീൻ എന്താന്ന് ചോദിച്ചപ്പോ അതിന് പറഞ്ഞ മറുപടി അല്ലാഹുവിന്റെ റസൂൽ ദാക്കും. അത് ജിബ്രീൽ നിങ്ങൾക്കുള്ള ജിബ്രീലാണ്. യുഅല്ലിമക്കും, നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി, ദീനക്കും, നിങ്ങളുടെ ദീനിനെ. ഒറ്റ ശ്വാസത്തിൽ ദീനെന്ത് ചോദിച്ചാൽ ഈമാന്, ഇഹ്സാന്, ഇസ്ലാം എന്ന് പഠിപ്പിക്കുന്ന ഹദീസ്, അതിന് ഹദീസ് ജിബ്രീൽ, ഉമ്മുൽ അഹാദീസ്, ഒരുപാട് പേര് ഫത്തുൽ ബാരി എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും. ഇതിന്റെ നേട്ടങ്ങൾ, ഇതിന്റെ വക്താക്കളാരാ? അനുഭവിച്ചറിയുന്ന അനുഭവ സത്യങ്ങൾ സ്വഹാബത്തിന്റെ കാലത്തെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. ഒരു ചെറിയൊരു ഉദാഹരണം, മഹാനായിരിക്കുന്ന ആരിസത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, യാ ആരിസ കൈഫ അസ്ബഹത യാ ഹാരിസ്, എങ്ങനെ ആരിസത്ത് എന്നവരെ നിങ്ങൾ നേരം പൊളിപ്പിച്ചത്? എന്താ നിങ്ങളുടെ ഈമാന്റെ നില? മഹാനായിരിക്കുന്ന ആരിസത്ത് ബിൻ മാലിക് തങ്ങൾ പറയുന്ന, അള്ളാഹുവിന്റെ റസൂലേ, അസ്ബഹതു അലൽ ഹഖ്, ഞാൻ ഹക്കിന്റെ മേലിൽ നേരം പൊളിപ്പിച്ചു. റസൂൽ ഫഅലമാ തഖൂൽ, നിങ്ങൾ പറയുന്നത് സൂക്ഷിച്ചു പറയണം. പക്കുൽ, എല്ലാ കാര്യത്തിനും ഓരോരോ ഹക്കുണ്ട്, യാഥാർത്ഥ്യമുണ്ട്, ഹക്കീക്കത്തുണ്ട്. ഞാൻ ചോദിച്ചത് നിങ്ങളുടെ ഈമാന്റെ ഹക്കീക്കത്ത്. അതേ അലല്ല ഹക്ക്, ഞാൻ ഹക്കിന്റെ മേൽ നേരം പൊളിപ്പിച്ചു. അതെങ്ങനെ വിശദീകരിക്കുക? ഹജർതു നഫ്സി അനി ദുനിയ, ഞാൻ ദുന്യാവിന് ഞാൻ പാടേ എൻ്റെ മനസ്സിൽ നിന്ന് ഒഴിവാക്കി. ഫസ്തവ ഇന്ദി അൽ ഹജർ വദ്ദഹബ്, അപ്പൊ എനിക്ക് കല്ലും പൊന്നും സമമായി. തൊത്തം പ്രസംഗിച്ചാൽ നമുക്ക് എളുപ്പമുണ്ട്, പക്ഷെ അതെൻ്റെ മനസ്സിന്ന് പാടെ എടുത്ത് ഞാൻ കളഞ്ഞു യാ റസൂലല്ലാഹ്. പിന്നെ ഞാൻ എൻ്റെ അകം കണ്ണുകൊണ്ട് അള്ളാഹുവിൻ്റെ അർശ ഞാൻ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നു. സ്വർഗത്തിലെ ഞാൻ സ്വർഗങ്ങനെ ജാഗം കണ്ണുകൊണ്ട് നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും പാറിപ്പളി പറക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. നരകക്കാരുടെ കരച്ചിലിൻ്റെയും പുളച്ചിലിൻ്റെയും ശബ്ദം ഞാൻ കേട്ടുകൊണ്ടേയിരിക്കുന്നു. അല്ലാഹു റസൂൽ അസ്ബഅത അലൽ ഹഖ്, നിങ്ങൾ ഹക്കിന്റെ മേൽ നേരം പൊളിപ്പിച്ചെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കണ്ടോ, ഇത് ഈമാന്റെ അതിലെ മറ്റൊരു ഹദീസ് കാണാം. ആർക്കെങ്കിലും അള്ളാഹു നൂറാനിയത്ത് കൊണ്ട് കൽബ് പ്രകാശിപ്പിച്ച ഒരാളെ കാണുകയാണെങ്കിൽ ഫൻദുറു ഇലാ ഹാരിസത്ത് ബിൻ മാലിക്, നിങ്ങൾ ഹാരിസത്ത് ബിൻ മാലിക് എന്നവരെ നോക്ക്. ഷഫീഉനാ റസൂലുള്ളാഹി. ഇതാണ് ഇഹ്സാന്റെ ഈമാൻ. മഹാനായിരിക്കുന്ന അബൂ ഹുദൈഫത്തുൽ യമാനി തങ്ങൾ റസൂലുള്ളാഹിനെ മുന്നിട്ട് വന്നപ്പോൾ, അബൂ ഹുദൈഫ, നിങ്ങൾ എവിടെത്തി നിങ്ങളുടെ ഈമാന്റെ നില? അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ മഹ്ശറ നോക്കി കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഫൽസം, നിങ്ങൾ അങ്ങനെ നിൽക്കുക. ഇപ്പൊ കണ്ടോ, ഇഹ്സാൻ പോയ വഴി കണ്ടില്ലേ? ഹംസ സാഹിബ് അവർ പ്രസംഗിച്ചു. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ തപ്പിയാ കിട്ടൂല, അത് നമ്മളെ ഇബാദത്തിലൊക്കെ പ്രതിഫലിച്ച് കാണുന്നതാ ഇഹ്സാൻ എന്ന് പറയുന്നത്. വേറെ ഒന്നല്ലത്. എങ്കിലും അവിടെ നിൽക്കട്ടെ. ഇത് ഈ ഇഹ്സാന്റെ ആളുകളാരാ? ഒന്നാമത്തെ ഇഹ്സാന്റെ വാഹകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ദീർഘിപ്പിച്ചു പോവല്ല.
വിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ എത്ര പഠിക്കണം നമ്മൾ, എങ്ങനെ പഠിക്കണം, ആരെടുത്തുനിന്ന് പഠിക്കണം? ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ ആത്മീയ സ്രോതസ് തങ്ങളവരുമായിട്ട് എപ്പോഴും നമ്മൾ ബന്ധമുണ്ടാവും. പല വിഷയങ്ങളും ഞങ്ങൾ ഇരുന്ന് സംസാരിക്കും. അതിൽ വേറെ ചില കാരണങ്ങളുണ്ട്, അത് കാരണം വെച്ചിട്ട്. പക്ഷേ ഈമാന്റെ വാഹകര് ഇവരാണ് മുഹ്സിനീൻ എന്ന് പറയുന്ന കൂട്ടക്കാർ. ശ്രദ്ധിക്കണേ, ഞാൻ ദീർഘിപ്പിക്കല്ല. മുഹ്സിനീൻ എന്ന് ഖുർആൻ പറഞ്ഞാൽ അവർ ഇഹ്സാന്റെ വാഹകരാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ലോകത്ത് ശ്രേഷ്ഠതയുള്ളത്, ഫളിലുള്ളത് മുഹ്സിനീൻ എന്ന് പറയുന്ന കൂട്ടക്കാർ, ഇഹ്സാന്റെ വാഹകർ. വേറൊരു മൂലയിൽ പഠിച്ചിട്ടും കാര്യമില്ല. ഇനി ഒരു ഇമാം ഓതി പഠിച്ചുണ്ടാക്കി ലോകത്തുള്ള കിതാബൊന്നാകെ പഠിച്ചുണ്ടാക്കിയിട്ടും ഇഹ്സാന്റെ അവിടേക്ക് എത്തൂല. മുഹ്സിനീൻ എന്ന് പറയുന്ന കൂട്ടക്കാർക്ക് ഇവിടേക്ക് എത്തൂല. സത്യമാണ്. മനുഷ്യന്മാർ രണ്ട് വിഭാഗമല്ലേ. നമ്മൾ നേരത്തെ ഖുർആൻ ഓതിയില്ലേ, വലങ്കയിലേട് കിട്ടുന്ന കൂട്ടക്കാർ. ഇവർ നിസ്കരിക്കും, നോൻപോൽക്കും, ഹജ്ജ്, സക്കാത്ത്, അങ്ങനെ എന്തൊക്കെ വിശുദ്ധ ഖുർആനും ഹദീസും പരസ്യമായിട്ട് പറഞ്ഞോ ഇതൊക്കെ ഇവർ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇവർ സ്വർഗത്ത് കിടക്കും. അള്ളാഹു അങ്ങനെയെങ്കിലും നമ്മളെ കടത്തി തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. എന്നാ ഇഹ്സാന്റെ ആളുകളോ വരകോലെങ്ങനെ എന്ന് മനസ്സിലാക്കണല്ലോ. ഇഹ്സാന്റെ ആളുകളെ സ്വർഗത്ത് കിടക്കാൻ വേണ്ടി അവർ ഇബാദത്ത് ചെയ്യൂല. നരകത്തുനിന്ന് രക്ഷപ്പെടാനും അവർ ഇബാദത്ത് ചെയ്യൂല. ഇബാദത്ത് അങ്ങനെ ചെയ്യും. അത് ചെയ്യുന്ന എന്തിനാ? അത് അള്ളാഹു കൽപ്പിച്ചൊരു പണിയാണത്. ഇവർ വേറൊരു കൂട്ടക്കാരാണത്. അത് മനസ്സിലാക്കണം. നമ്മൾ ഒന്നായിട്ട് കൂട്ടിക്ക് വായിച്ചിട്ടിട്ട് ഇനി അതിൽ നിന്ന് ഇത് തിരഞ്ഞെടുക്കുക, ഇതിൽ നിന്ന് അത് തിരഞ്ഞെടുക്കാവുമ്പോൾ നമുക്ക് മേലെ കറ്റല്ലാതാവും. മുഹ്സിനീങ്ങളെ കൂട്ടത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തത്. രണ്ടാമത്തതോ റസൂലുള്ളാഹിൻ്റെ മുത്തലഖൻ ഖിലാഫത്ത് ഏറ്റെടുത്ത അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ ജന്മത്തിൽ തന്നെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇവര് മുഹ്സിനീങ്ങളാണെന്ന്. ചരിത്രം പഠിക്ക്, നിങ്ങൾ ചരിത്രം പഠിക്ക്. മഹാനായിരിക്കുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സ്വഹീഹായ ചരിത്രത്തിൽ, എല്ലാ ചരിത്രത്തിലും കാണാം, ഉമ്മ ഗർഭം ചുമന്നിരുന്ന കാലത്ത് ഉമ്മ പറയാ, ആരാ അലിയാരുടെ മാതാവ്? അബൂ ത്വാലിബ് എന്നവരുടെ ഭാര്യ, റസൂലുള്ളാഹിന്റെ പോറ്റുമ്മ. ചെറുപ്പത്തിൽ കുളിപ്പിച്ച് അള്ളാഹുവിൻ്റെ റസൂലിന് പുതുവസ്ത്രം ധരിപ്പിച്ച് റസൂലുള്ളാഹിനെ പോറ്റി വളർത്താൻ നെഞ്ചോട് ചേർത്ത് ഊട്ടി ഉറക്കാൻ ഭാഗ്യം കിട്ടിയ മഹദി ഫാത്തിമത്ത് ബിന്ത് ഹസദ് റളിയല്ലാഹു അൻഹ. 37 പേരിക്ക, ഞാൻ എൻ്റെ അലി എന്ന് പറയുന്ന കുട്ടിയെ ചെറുപ്പത്തിൽ ഞാൻ ഗർഭം ധരിച്ചിരുന്ന കാലത്ത് ഞാൻ കഅബൊന്ന് വൃത്തിയാക്കാൻ പോകും. പക്ഷെ ആ ബിംബത്തിൻ്റെ മുന്നിലൊന്ന് സുജൂദ് ചെയ്യാൻ, എൻ്റെ തല കുനിക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. അലിയാരെ പ്രസവിച്ചു. എവിടെ പ്രസവിച്ചത്? കഅബത്തിൻ്റെ ഉള്ളില്. പെട്ടെന്ന് ഞാൻ കുട്ടിയെ വാരിയെടുത്ത് ഹൈദർ എന്ന് പേര് വിളിച്ചു. ഇതൊക്കെ അലിയാരുടെ കറാമത്താ. നോക്കണം, അന്ന് അള്ളാഹുവിൻ്റെ റസൂലായിട്ട് വരെയില്ല. പിന്നെ കൊണ്ടുവന്ന് 3 ദിവസം അലിയാര് മുലപ്പാട് കുടിക്കുന്നില്ല. അമ്മ കുട്ടിക്ക് പാല് കൊടുക്കും, കുട്ടി കുടിക്കേണ്ട എന്ത് ചെയ്യാനാ? അന്ന് അള്ളാഹുവിൻ്റെ റസൂല് താമസിച്ചിരുന്നത് അലിയാരുടെ വീട്ടിലാണ്, അബൂ ത്വാലിബിൻ്റെ കൂടെയാണ്. സങ്കടം പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂല് ചെയ്ത പണി എന്താ? റസൂലുള്ളാഹിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന തൊപ്പുനീര് അലിയാരുടെ വായിലിങ്ങനെ പുരട്ടി കൊടുത്തു. കുട്ടി അത് ഊമ്പി കുടിച്ചു. പിന്നെ മുല കുടിക്കാൻ തുടങ്ങി. സ്വഹീഹായ ചരിത്രം, നിഷേധിക്കാൻ കഴിയാത്ത ചരിത്രം. ഇപ്പൊ കണ്ടോ മുഹ്സിനീങ്ങൾ വളർന്നു വന്ന വഴി. ഈ രണ്ടാമത്തെ ആള് ഹസൻ ബസരി റളിയല്ലാഹു അൻഹു. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. മുഹ്സിനീങ്ങളെ വഴി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവരൊരു പ്രത്യേക ജന്മമാണ് കൂട്ടരെ. ഈ
ഈമാന്റെ വാഹകരുടെ ജന്മം അങ്ങനെ തന്നെയാണ്. ഹസൻ ബസരി തങ്ങൾ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാം. ഉമർ എന്നവരുടെ കാലത്താണ് മഹാനവർ പ്രസവിക്കപ്പെട്ടത്. റസൂലുള്ളാഹിന്റെ മണവാട്ടി ഉമ്മു സുലൈം ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പ്രസവിക്കപ്പെട്ട കുട്ടി. ഹസൻ ബസരിയുടെ മാതാവ് ചെറിയ ചെറിയ ഒത്താശകളൊക്കെ ഉമ്മു സുലൈം ബീവിക്ക് ചെയ്തു കൊടുക്കും. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളല്ലേ. ചെയ്തു കൊടുക്കുമ്പോൾ അവിടുന്നാണ് ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പ്രസവിക്കപ്പെട്ടത്. പ്രസവിച്ച എന്തെങ്കിലും കാരണത്താൽ ഹസൻ ബസരിയുടെ മാതാവ് വിറക് കൂട്ടാൻ വേണ്ടി അങ്ങ് അകലെ മലൻ്റെ മേലേക്ക് പോകുമ്പോൾ കുട്ടി കരയും. കുട്ടി കരയുമ്പോൾ ഉമ്മു സുലൈം ബീബി എടുത്തിട്ട് ഈ കുട്ടിക്ക് പാല് കൊടുക്കും. അങ്ങനെ കൊടുത്താൽ പാല് ഊമ്പി ഊമ്പി കുടിക്കുന്നത് ഉമ്മു സുലൈം ബീബി കാണുമെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഞാനിത് പറഞ്ഞവർ നബൂവത്തിൻ്റെ പാൽ ഊറ്റിക്കുടിച്ച് വളർന്ന മഹാൻ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു. ഇതൊന്നും നിഷേധിക്കാൻ കഴിയില്ല. ഇതൊക്കെ എവിടുന്ന് വന്നതാ? ഇവരുടെ ജന്മം തന്നെ പരിശുദ്ധമായിരിക്കും. അങ്ങനെ ഇങ്ങനെ പോന്ന് വന്ന് ഓരോരുത്തരുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ റസൂൽ അള്ളാഹിൻ്റെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ വേറുള്ളവരുടെ ചരിത്രം നമുക്കറിയാണ്ട് പോകുമ്പോൾ നമ്മൾ അത് പഠിക്കാൻ ശ്രമിക്കണം. അത് വലിയൊരു ഇബാദത്താണ്. ഈ ഇൽമിൽ മഅരിഫത്തിലെത്തിയില്ലെങ്കിലും ഈ ഇൽമൊരു മനുഷ്യന് പഠിക്കാനുള്ള തൗഫീഖ് കൊടുത്താൽ വിലായത്തിൻ്റെ ഒരു അംശം കിട്ടുമെന്ന് പറഞ്ഞത് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. ഹിക്കമിൻ്റെ ഷറയിൽ പല ഭാഗത്തും അതന്നെ വലിയ കൂലിയല്ലേ. അപ്പം ഹസൻ ബസരി തങ്ങൾ ഇങ്ങനെ പോരുന്ന ഇവർക്കാണ് മുഹ്സിനീങ്ങൾ എന്ന് പറയുന്നത്. ജന്മലാൽ ഇഹ്സാൻ കൊണ്ട് ഈമാൻ കൊണ്ട് വളർന്നവർ. എന്നാൽ ഇവരെ ഇബാദത്തിൻ്റെ നിലവാരം നമുക്കെങ്ങനെ തിരിയോ കൂട്ടരെ? ഞാൻ ചുരുക്കി പറയാം, നമുക്കെങ്ങനെ തിരിയോ? അത് പഠിക്കാൻ മാത്രം നമ്മുടെ ഈമാൻ വളർന്നോ? ഇല്ല. ഞാനിത് പറയാൻ കാരണം മഹാനായിരിക്കുന്ന കൊണ്ടോട്ടി മുഹമ്മദ് ഷാ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവർ വലിയ മഹത്വത്തിൻ്റെ ഉടമയല്ലേ. കേരളത്തിലെ മുറബി സുൽത്താൻമാരുടെ കൂട്ടത്തിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന മഹാനവറുകളല്ലേ. അവിടെ ആരൊക്കെ വന്നു പോയിരുന്നു? പഴയ കാലത്ത് ആരൊക്കെ അവിടുത്തെ മുരീദന്മാർ? ഇതൊന്നും ചരിത്രത്തിൽ സ്പഷ്ടമായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയൂല. അത് പഠിച്ച് പകർന്നു പോരുന്നതും പഠിച്ചവർക്ക് മനസ്സിലാക്കിയ കഥനനുസരിച്ച് കിട്ടുന്ന ചുരുക്കം. CM വലിയുള്ളായി മടവൂര് റളിയല്ലാഹു അൻഹു മഹാനവറുകളും അവിടെ വന്ന് സിയാറത്ത് ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട കണ്ണിയാല മൗല ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പലപ്പോഴും പറയാറുണ്ട്, അജ്മീർ പോകാൻ കാശില്ലെങ്കിൽ എടാ കൊണ്ടോട്ടി പാപ്പാൻ്റെ അടുത്ത് പോയി കുത്തറന്നുകൊണ്ട്. ദാക്കിരീങ്ങൾ ഹക്കിലിരുന്ന് ദിക്റ് ചെല്ലുന്നവർക്ക് തല ചൂടാവുമ്പോൾ, ശരീരത്തിൽ അസാധ്യമായ ചൂട് സംഭവിക്കുമ്പോൾ ഞങ്ങളൊക്കെ പോയിരിക്കുന്ന മക്ബറയാണ് കൊണ്ടോട്ടി മുഹമ്മദ് ഷാ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അവിടെ ചാരെ അള്ളാഹു അവിടുത്തെ ദറജ ഉത്തരോത്തരം ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് പടുത്ത് സോഷ്യൽ മീഡിയയിൽ ഒരാളങ്ങനെ പറഞ്ഞ് അയാളിങ്ങനെ ഉദ്ധരിച്ചു പോന്നു കൊണ്ടോട്ടിയത്തെ തെരീക്കത്വം അങ്ങ് പറഞ്ഞ ആളിന് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ആ സുഹൃത്തിന് അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കുമാറാവട്ടെ. എങ്ങനെയോ പറ്റിപ്പോയതാവുമല്ലോ, ആരെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത്. ഞാനത് കേട്ട് അതിൻ്റെ പിന്നിൽ അയാൾ പറയുന്നത് മുരീദന്മാർക്ക് അദാബില്ല എന്നിട്ടുള്ള അതും പറഞ്ഞിട്ട് അയാൾ ചിരിക്കുന്നുണ്ട്. സത്യത്തിൽ ഒരു മുറബിയായ ഷെയ്ഖിൻ്റെ പിന്നെ കൂടിയ മുരീദിന് അദാബുണ്ടോ? അയാളതൊന്നും പഠിച്ചിട്ടില്ല. ഷെയ്ഖുമാരുമായിട്ടുള്ള ഗ്രന്ഥങ്ങളൊന്നും പഠിച്ചിട്ടില്ല. പൊതുവിദ്യാഭ്യാസമല്ലേ അവലംബം. ഒരു കോളേജ് കഴിഞ്ഞ്
സർട്ടിഫിക്കറ്റും കിട്ടിയ ഇവരെ വിചാരം പഠിച്ചു മുഴുവൻ കഴിഞ്ഞു എന്നാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഒരു ഷെയ്ഖിനോട് കൂടെ മുരീദ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. കുറച്ചൊക്കെ പഠിക്കണ്ടേ. കിതാബ് ആ കുട്ടി ഓതി, ഞാൻ കുട്ടി എന്ന് പറയാൻ അയാളെ വിവരത്തിൻ്റെ കുറവുകൊണ്ട് പറയുകയാണ്. റിസാലത്തുൽ ഖുശൈരി എന്ന് പറയുന്ന ഗ്രന്ഥം ഏറ്റവും പ്രബലമായ ഗ്രന്ഥം. ഖുശൈരിക്കാരൻ്റെ അരിജാൽ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബഹുമാനം കൊടുക്കുന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിന് ശറഅ് ഏതാ? ശൈഖുൽ ഇസ്ലാം ശൈഖ് സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ എഴുതി വച്ച കിതാബ് ഒരു വട്ടം വായിച്ചാൽ ആ കുട്ടി അങ്ങനെ പറയില്ല. ഒറ്റവട്ടം വായിച്ചാൽ. അങ്ങനെ മേപ്പെട്ടുള്ള ഗ്രന്ഥങ്ങൾ പഠിച്ചാൽ തീരെ പറയൂല. ഗ്രന്ഥം ഓതി പഠിച്ചിട്ടില്ല. എന്നിട്ട് ഇന്നത് പറയാം, കുട്ടികളെ കൂട്ടരെ ഒരു വലിയൻ്റെ ഇബാദത്ത് എവിടെ കിടക്കുന്നത്? നമ്മൾ ഈ ദിക്ർ ഇങ്ങനെ ചെല്ലുന്നതോ? അല്ല, അവരെ ഇബാദത്ത് പല തട്ടിലും ഇരിക്കും. അള്ളാഹുവിൻ്റെ ഹളറത്തുൽ ഖുദ്സിൽ ജീവിക്കുന്ന അള്ളാഹുവിൽ വാസിലായ മഹാന്മാർ, അവിടെ ഇബാദത്തിൻ്റെ നില എങ്ങനെ? അത് അനുഭവിച്ചറിയുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. അനുഭവിച്ചറിയുന്നവർക്ക് മാത്രം. പഠിക്കുന്ന സാധാരണക്കാർക്ക് മനസ്സിലാക്കുക, ഇതിവരെ ഇബാദത്ത് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇബാദത്ത് ഒരുപാട് മാറ്റമുണ്ട്. എന്നുവെച്ചാൽ അവരെ പോയിട്ട് നമ്മൾ തോണ്ടി വ്രണമേൽപ്പിച്ചാൽ, മൻ ആദാലി വലിയൻ, എൻ്റെ ഒരു വലിയ എന്നാണ് പറഞ്ഞാൽ, ഒരു വലിയനെ ബുദ്ധിമുട്ടിച്ചാൽ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് അള്ളാഹു പറയുമ്പോൾ ഇമാം ഗസാലി തങ്ങൾ വിവരിക്കുന്നത്, പിന്നെ ആ വഴിക്ക് അവനിക്ക് ഉയരാനും വളരാനുള്ള തൗഫീഖ് കൊടുക്കുകയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ പഠിക്കുമ്പോൾ അറിയാത്തത് എപ്പോഴും അറിവുള്ളവരോട് ചോദിച്ച് പഠിക്കണം. എന്താണ് ഇഹ്സാൻ്റെ നില? എന്താണ് മുഹ്സിനീങ്ങളെ ഇബാദത്തിൻ്റെ അവസ്ഥ? അതൊന്നും ഞാൻ ഇവിടെ വിശദീകരിക്കല്ല. ഒരാൾ നിസ്കരിക്കുന്നത് ചിലപ്പോൾ ഹളറത്തുൽ ഖുദ്സിൽ അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പോരാതെ നിൽക്കുന്ന ആളുകൾ. ഷെയ്ഖ് റിഫായി തങ്ങളുടെ മൗലിദ് ഓതി ഇല്ലേ, എൻ്റെ കൽപ്പെന്ന് അള്ളാ എന്നെങ്ങാനും മാറിക്കഴിഞ്ഞാൽ ഫഖദ് ഹക്കംതു ബിരിദ്ദത്തി, ഞാൻ അന്നേ സമയം മുർത്തദ്ദാണ്. ഇതവരുടെ ഇബാദത്തിൻ്റെ നിലയാണ്. അവരപ്പുറത്ത് ക്ലാസ് എടുക്കുന്നുണ്ടാവും, വയല് പറയുന്നുണ്ടാവും, പക്ഷേ അവരും അള്ളാഹുമായിട്ടുള്ള ഇബാദത്തിൻ്റെ നില, അവരുടെ കൽബിനെ കൊണ്ടുപോയിട്ട് അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിൽ വെച്ചിട്ട് അവിടുന്ന് ഇബാദത്ത് നടക്കുന്ന നില, അത്തരം കൂട്ടക്കാരെ നമ്മൾ പഠിക്കണ്ടേ, മനസ്സിലാക്കണ്ടേ. ഡ്യൂപ്ലിക്കേറ്റ് എത്രങ്ങാനും ഉണ്ടാവും എന്ന് വെച്ചിട്ട് നമ്മൾ ഹക്ക് പറയാണ്ടിരിക്കാൻ കഴിയോ? കൊണ്ടോട്ടി മുഹമ്മദ് ഷാ ഖദ്ദസല്ലാഹു സിറഹുൽ അവിടുന്ന് വഫാത്തായിട്ട് ഞാൻ മനസ്സിലാക്കിയനുസരിച്ച് ഒരു 100-300 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. അവിടുന്ന് അതിൻ്റെ ശേഷം വന്ന എല്ലാ മഹാന്മാരും മുറബികളും അവിടെ പോയി ചുംബിച്ച് അവിടുന്ന് ബർക്കത്തെടുക്കുന്ന ചരിത്രമേ ഞാൻ അനുഭവിച്ചിട്ടുള്ളൂ, കണ്ടിട്ടുള്ളൂ. അങ്ങോട്ട് തുടങ്ങുക, അങ്ങോട്ട് പറയുക. അത് മനസ്സിലാക്കുക. അത് ഈ കൂട്ടരെ പ്രസംഗം കേട്ടാൽ മനസ്സിലാക്കുക. ഞങ്ങൾക്ക് ഒന്നും തിരിഞ്ഞിട്ടില്ല, ശരീഅത്തും പഠിച്ചിട്ടില്ല, ത്വരീക്കത്തും പഠിച്ചിട്ടില്ല, പിന്നെ മഅരിഫത്ത് അതിൻ്റെ അഹ്ലുകാരെന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഉന്നത മേഖലയിൽ ഇരിക്കുന്നതല്ലേ. അത് മനസ്സിലാക്കുക. ഓരോരുത്തരുടെ പ്രസംഗം കേൾക്കുമ്പോൾ ഇവരുടെ ഇൽമിൻ്റെ നില എന്താന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവും.
കിതാബ് ഓതാണെങ്കിൽ ഫുള്ള് ഓതി കഴിക്കണം, അല്ലെങ്കിൽ ഒരു കിതാബ് ഓതാൻ നിൽക്കരുത്, ഒന്നും ഓതരുത്. അത്യാവശ്യം ഇബാദത്തിനുള്ള, നിസ്കരിക്കാനും നോൽമ്പൊലിക്കാനുള്ള, അതുപോലെ തന്നെ ഇബാദത്തിൻ്റെ മുബത്തിലാത്ത് പഠിക്കുക. ചെറുതായിട്ട് കാണണ്ട. മഹാനായിരിക്കുന്ന അസം ഷാദുലി തങ്ങൾ പറയുന്നത്, ഞാൻ നിർത്തുകയാണ്, അല്ലേ, അസം ഷാദുലി തങ്ങൾ പറയുന്നത്, എടോ നീ ഒരു കാര്യം ചെയ്യേ, നിന്റെ ഇൽമു കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ തനിക്ക് കഴിയുന്നില്ലെങ്കിൽ, അള്ളാഹുവിൻ്റെ നൂറാനിയത്തിലേക്ക് തനിക്ക് അടുക്കാൻ കഴിയില്ലെങ്കിൽ, ആ ഇൽമു കളയടോ, കൊണ്ടുപോയിട്ട് കള. എന്നിട്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സ്നേഹിക്കുക. അതുകൊണ്ട് നീ ആഖിറത്തിൽ രക്ഷപ്പെടുമെന്ന് മഹാനവർകൾ തൻ്റെ ഗ്രന്ഥത്തിൻ്റെ തുടക്കത്തിൽ എഴുതി വെച്ചിട്ട് കാണാൻ കഴിയും. ആരാ സംസാദുലി തങ്ങൾ? 10 കേന്ദ്രത്തിൽ നിന്ന് ഇൽമു കിട്ടുന്ന മഹാന. മുത്തുനബിയിൽ നിന്ന്, 4 മലക്കുകളിൽ നിന്ന്, ഖലീഫമാരിൽ നിന്നൊക്കെ മഹാനവർകൾ ഇൽമ് സ്വാംശീകരിച്ചെടുത്തിരുന്നു. ലോകത്ത് തുല്യതയില്ലാത്ത മുറബിയായ ഷെയ്ഖല്ലേ. അപ്പം ആ മഹാൻ എഴുതി വെക്കുമ്പോൾ അതിൻ്റെ വിഷയം ചില്ലറയാണോ? അള്ളാഹുവിൽ വാസിലായൊരു കൂട്ടക്കാർ, അള്ളാഹുവിൽ ഫന പ്രാപിച്ച കൂട്ടക്കാർ, വാസിലായ കൂട്ടക്കാർ, മുറബികളായ കൂട്ടക്കാർ, അതുപോലെ തന്നെ മുക്കറബായ കൂട്ടക്കാർ. ഈ കൂട്ടക്കാർ വേറൊരു കൂട്ടരാണത്. ഇവരെ ഇബാദത്തിൻ്റെ നിലയും വേറെയാണ്. മഹാനായിരിക്കുന്ന റിസാലത്തുൽ കുശൈരിയയിൽ പറയുന്നു, ഇത്തരം കൂട്ടക്കാരോട് കൂടിയ ഒരു മുരീദ് എപ്പോഴും അങ്ങനെയൊക്കെ പണി, അവരെ ഷെയ്ഖ് തന്ന ദിക്റിൽ അങ്ങനെ കൂടുമെന്ന് മഹാനവറുകൾ വിശദീകരിക്കുന്നു. ഷെയ്ഖ് സക്കരിയ അൻസാരി തങ്ങൾ വിവരിക്കുന്ന, അവർ ഫർള് നിസ്കരിക്കും, അതുപോലെ തന്നെ റവാത്തിബ് സുന്നത്തും നിസ്കരിക്കും. ബാക്കിയുള്ള സമയങ്ങൾ മുഴുക്കയും അവർ തൻ്റെ ഷെയ്ഖിലേക്ക് അടുക്കാൻ വേണ്ടി ഷെയ്ഖ് തന്ന ദിക്റുമായിട്ട് ജോലിയാകുന്നു. ളുഹ വരെ അവർ നിസ്കരിക്കൂല എന്നതിനകത്ത്. അപ്പുറം മഹാന്മാർ സ്വന്തം ഗ്രന്ഥങ്ങൾ എഴുതി വച്ചിട്ട് അള്ളാഹുവിൻ്റെ തൃക്കാഴ്ച കിട്ടിയവർക്ക്, അള്ളാഹുവിനെ മാത്രം കണ്ട് ആനന്ദിക്കുന്നവർക്ക് മാത്രം നോക്കാൻ പറ്റുന്ന ഗ്രന്ഥങ്ങൾ എഴുതി വച്ചു. ആ ഗ്രന്ഥങ്ങൾ അതിൻ്റെ അപ്പുറമൊക്കെ കാണാൻ കഴിയും. ഒരു മുറബിനൊരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവൻ പിടിക്കേണ്ടത് ആ മുറബിൻ്റെ കാലിൻ്റെ ചോട്ടിലാണ്. അതാണ് അള്ളാഹുവിലേക്ക് വാസിലാകുന്ന ഇബാദത്താണത്. അതിനോളം കടപിടിക്കുന്ന, തുല്യമായിട്ട് വരുന്ന വേറെ ഒരു ഇബാദത്തും ഇല്ല. ഞാനത് വിശദീകരിക്കാത്ത എന്തോ വെച്ചാൽ, അത്തരം വിമർശനങ്ങൾ അദ്ദേഹത്തിന് അതിന് ഉപോത്ഭകമായിട്ട് ഒരുപാട് തെളിവൊന്നും ആ സാധു പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അപ്പം ഇതിലൊന്നും പെടാതെ നമ്മൾ എങ്ങനെയെങ്കിലും ആഖിറത്തുനിന്ന് രക്ഷപ്പെടണം. അത് ചില്ലറ പണിയല്ല. നിങ്ങൾ കരുതി ചില്ലറ എന്നരുത്. ഇപ്പം അങ്ങോട്ട് കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ട് കഴിഞ്ഞു പോയ ആൾക്കാരൊക്കെ വിമർശിക്കുക പറഞ്ഞാൽ എത്രമാത്രം തരം താന്ന പരിപാടിയാണത്. ഞാൻ ചുരുക്കുക, നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ വരുമ്പോൾ മഹ്ശറ എന്ന് പറയുന്ന ഒരു ലോകമുണ്ടെങ്കിൽ ആ ലോകത്തിൻ്റെ അവസ്ഥ വിശുദ്ധ ഖുർആൻ പറയുന്നു. മഹ്ശറിനെ സംബന്ധിച്ച് ഓരോ തലക്കെന്ന് ഇന്നത് ഇങ്ങനെ നമുക്ക് പറയാൻ കഴിയൂല. കാരണം അങ്ങനെ ഹദീസ് നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടിയത് തന്നെ മുഅ്തസിലത്തിനെതിരായിട്ട് നമ്മുടെ ഇമാമിങ്ങൾ ഉദ്ധരിച്ച ചില ഹദീസുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായിരിക്കുന്ന സുയൂത്തി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഉദ്ധരിച്ചതാണ്. അപ്പോൾ ആ മഹാനവറുകൾ ഉദ്ധരിച്ച് അങ്ങനെയാണ് പറഞ്ഞാൽ പിന്നെ ഇപ്പുറത്ത് കിട്ടാനൊന്നുമില്ലല്ലോ. മഹ്ശറയിൽ നിൽക്കുമ്പോൾ ഇതൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. മഹ്ശറയിൽ നിൽക്കുമ്പോൾ കുഫാറിനെ, സത്യനിഷേധികളെ ആദ്യമായിട്ട് നരകത്തിലേക്ക് എറിയപ്പെടും. ഞങ്ങൾക്ക് ചോദ്യമില്ല, ഉത്തരവില്ല. നരകത്തിൽ നിന്ന് കഴുത്ത് വന്നിട്ട് വരെ നക്കിയെടുത്തിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. പിന്നെ നിൽക്കുന്നത് ആരാ?
നമ്മളെ പോലത്തെ കുറേ ആളുകൾ കുറേ നന്മ ചെയ്യും, കുറേ ചീത്ത ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നിൽക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ പരിഹാസ സ്വഭാവം പറയുന്നത് വിശുദ്ധ ഖുർആനാ പറയുന്നത്. ഓ നിങ്ങളൊക്കെ മുസ്ലിങ്ങളാണല്ലേ? അതെ, ഞങ്ങളൊക്കെ മുസ്ലിങ്ങളാണ്, ഒക്കെ നിസ്കരിച്ച് നോൻപോയിട്ടിരിക്കുന്ന നല്ല നല്ല ആൾക്കാരല്ലേ. പക്ഷേ മഹ്ശറയിലെത്തുമ്പോൾ അള്ളാഹു അവരെ പരിഹസിക്കാൻ വേണ്ടി അവർക്ക് നൂറെറിഞ്ഞു കൊടുക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. നിങ്ങൾക്കിതാ വെളിച്ചം, ഇതുമായിട്ട് നിങ്ങൾ പാലം കടക്ക്. അപ്പം എല്ലാവരും 100 കിട്ടി, അവരൊക്കെ സന്തോഷത്തിലല്ലേ. കുറച്ചെത്തുമ്പോൾ ഇവരുടെ 100 പൊലിയും, കെട്ടുപോകുമ്പോൾ അവർ 100 സുസ്ഥിരമായിട്ട് നിൽക്കുന്ന മുറബ്ബിയുടെ മുഖം നോക്കിയിട്ട് പറയും, ഞങ്ങളൊന്ന് നോക്ക്, ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്ത് എന്ന് പറയുമ്പോൾ അവർ തിരിച്ചു പറയുന്നത് വിശുദ്ധ ഖുർആനാ വേദിക്കുന്നത്. എന്താ വേദിക്കുന്നത്? അവരോട് പറയും, ഇർജിഊ, നിങ്ങൾ മടങ്ങി വറാഅക്കും, നിങ്ങൾ എവിടുന്ന് പോന്നോ, ഞങ്ങൾ ദുനിയാവുന്ന 100 സമ്പാദിച്ചത്, ആ ദുനിയാവ് പോയിട്ട് പൽത്തമിസു 100 ശേഖരിച്ച് വരി നിങ്ങൾ. എന്നിട്ട് അവിടെ എത്തിയിട്ട് വർദ്ധപുട്ടും വഗറത്തുക്കുമുൽ അമാനിയ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സംശയിച്ചല്ലേ, ദുന്യവിയായ ജീവിതം നിങ്ങളെ ചതിക്കപ്പെട്ടു, അതുകൊണ്ട് നിങ്ങൾ നരകത്ത് കിടക്ക്. ഹിയ മൗലാക്കും, നിങ്ങളുടെ മടക്കസ്ഥലം, നിങ്ങളുടെ മൗല, നിങ്ങളുടെ സംരക്ഷകം നരകമാണെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. ഇതാർക്കുള്ളതാടോ? മുനാഫിക്കീങ്ങൾക്കോ അല്ല, കാഫിരീങ്ങൾക്കോ അല്ല. അതൊക്കെ ആരിഫീങ്ങൾ വിശദീകരിക്കുമ്പോൾ ഈ 100 കിട്ടാത്ത, അല്ലെങ്കിൽ കിട്ടിയവരോട് കൂടെ പിൻപറ്റാത്ത സാധുക്കൾക്കുള്ളതാ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഇതൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇത് കുതിരളിയല്ല, പൊട്ടംകളിയല്ല. ഒരു മനുഷ്യൻ ഒന്നുമില്ലെങ്കിൽ മഹ്ശറിലെത്തുമ്പോൾ അള്ളാഹു ആദ്യമായിട്ട് ശഫാഅത്താണ് കൊടുക്കും. ഒരു മുറബ്ബിയാണെങ്കിൽ അള്ളാഹു ബഹുമാനിക്കും. ചില്ലറ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യൗമല, ഒരു ദിവസം വരും, അന്ന് അള്ളാഹുവിൻ്റെ നബിയെ അള്ളാഹു ബുദ്ധിമുട്ടാക്കൂല. വല്ലദീന ആമനു മഅഹു, ആ നബിയോട് കൂടെ മഅയ്യത്ത് സ്ഥാപിച്ച ആളുകൾക്കും അന്നൊരു ദില്ലത്തുണ്ടാവില്ല. അപ്പോൾ അത് നാം പഠിക്കണ്ടേ, മനസ്സിലാക്കണ്ടേ. ചില്ലറ കർമ്മമാണോ? ഇതിനോട് തുല്യം നിൽക്കുന്ന കർമ്മം വേറെ ഒന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞെന്നാണ്. ഒരൊറ്റ കർമ്മമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞേരി. ആദ്യമായിട്ട് അള്ളാഹു അവർക്ക് ബഹുമാനം നൽകുമ്പോൾ, ഇവിടെ ഹംസ സാഹിബ് അവർ പ്രസംഗിച്ചില്ലേ, ഇതൊക്കെ മഹ്ശറയിലെ അവസ്ഥയാണത്. മുറബ്ബികൾക്ക് കിട്ടിയ ആ നൂറാനിയത്തിൻ്റെ കൊടൂരം കണ്ട അമ്പിയാക്കൾ വരെ കൊതിക്കുന്ന സമയമാണത്. അള്ളാഹ് പറയും, കൊണ്ടുപോയി. ആരെ നിങ്ങൾക്ക് വേണ്ടി, ആരാ നിങ്ങൾ ആളുകൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞ ആദ്യമായിട്ട് അവരെ രക്ഷപ്പെടുത്തുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചില്ലറയാണോ? ഒരാളൊരു ഷെയ്ഖിൻ്റെ അടുത്ത് പോയി കുത്തറക്കുക, ആ ഷെയ്ഖ് തന്ന ദിക്ർ ചെല്ലുക, ആ ഷെയ്ഖിൻ്റെ മുഖം നോക്കി ഇരിക്കുക, ചില്ലറ ഇബാദത്താണോ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അലിയാരുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമായിരുന്നു, വല്ലാതെ അധികരിപ്പിച്ചിരുന്നു. സഹാബത്ത് വെച്ചിട്ട് എന്താ അത് കാരണം? സിദ്ദീഖ് എന്നവർ പറയുന്നു, ഞാൻ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് കേട്ടിട്ടുണ്ട്, അലിയാരുടെ മുഖം നോക്കിയിരിക്കൽ ഇബാദത്താണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അവിടുന്ന് ഖലീഫായിട്ട് കിട്ടി വരുന്ന ലോകത്തുള്ള എല്ലാ മുറബ്ബികളുടെയും അവസ്ഥ തന്നെ. അത് ശ്രദ്ധിക്കണം നമ്മൾ. അതുകൊണ്ട് തന്നെ ആഖിറൻ രക്ഷപ്പെടാൻ, ഭൂമിയിൽ നമ്മളെ വിഷമങ്ങൾ അകറ്റാൻ, ഖബറിൽ അള്ളാഹ് അങ്ങോട്ട് ഇറങ്ങിയല്ല.
ഖബറിൽ അള്ളാഹ് ഇറങ്ങി വരില്ല കൂട്ടരെ. ഖബറിൽ ഇറങ്ങി വരുന്ന അള്ളാഹു സംവിധാനപ്പെടുത്തിയ അള്ളാഹുവിൻ്റെ മുറബികൾ, മുർഷിദുകൾ, മുസക്കികൾ എന്ന് പറയുന്ന കൂട്ടക്കാരാ ഖബറിൽ രക്ഷക്കെത്തുക. ആ രക്ഷക്കെത്തുമ്പോൾ അതിന് ഏതുകമാവിധം മുറബികളെ പിടിക്കുന്നു. നമ്മളെ മഹദൂമി ഉലമാക്കളൊക്കെ നമുക്ക് പരിചയപ്പെടുത്തിയ മുഹീദ്ദീമാല ചൊല്ലി പറയുന്നു എങ്ങനെയെങ്കിലും രക്ഷ കിട്ടാൻ. ഇതൊക്കെ ചെറുതായി കണ്ടുകൊണ്ടിട്ട് നമ്മൾ എവിടെങ്കിലും പിടിച്ചു തൂങ്ങിയാൽ പകരം വെക്കാൻ ഒന്നുമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. മുറബികളെ യഥാവിധം സ്നേഹിക്കാനും അവരുടെ മദത് നമ്മൾ ഉൾക്കൊണ്ടിട്ട് അതിലൂടെ നമ്മൾ രക്ഷപ്പെടാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. മുൻഗാമികളുടെ വിശ്വാസം, ആ വിശ്വാസം നമ്മൾക്ക് പകർന്നു തന്ന വിശ്വാസം നമുക്ക് പകർന്നു തന്ന അതേ വിധം വിശ്വസിക്കാനും അവരെ സ്നേഹിക്കാനുമുള്ള ഭാഗ്യം അള്ളാഹു സാധുക്കളായ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കിൽ എന്തെങ്കിലും അപമര്യാദക്കേട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സദയം പൊറുക്കണം, ക്ഷമിക്കണം. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.